നിസ്കരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ജോലിയാണെങ്കിലും എല്ലാം മാറ്റിവെച്ചിട്ട് ഓടി വന്ന് നിസ്കരിക്കുന്ന ഉമ്മ, ഭർത്താവ് വേണ്ടുമ്മ, മക്കള് വേണ്ടുമ്മ, കൂടപ്പിറപ്പ് വേണ്ടുമ്മ, കുടുംബക്കാരുടെ ആവശ്യം നിനക്കില്ല ഉമ്മ. നിന്റെ റൂഹ് പിടിക്കുന്ന ആ സമയമുണ്ടല്ലോ, കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അതാ കാബുലല്ലർവാഹു മലക്ക് അസ്റായീൽ നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ പോകുന്ന അവസാന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മയോട് പറയുകയാണ്, നിനക്കാര് പറഞ്ഞു തരുമെന്നറിയുമോ? നീ സാധാരണ ഒരു പെണ്ണല്ല. നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിസ്കരിക്കാതെ വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കണ്ടപ്പോ, സിനിമ കണ്ട് ആസ്വദിച്ചപ്പോ, മൊബൈൽ കുത്തി സുഖിച്ചപ്പോ, അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് 5 നേരം നിസ്കരിച്ച ഉമ്മ, അല്ലാഹു നിന്റെ മരണമാ പറയുന്നത്, നിനക്ക് അല്ലാഹു തരുന്ന മരണമാ പറയുന്നത്. പെങ്ങളെ, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ മുഴുവനും നിസ്കാരത്തിന്റെ സമയത്ത് സ്കൂളിനകത്താകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, ഒരു തുണിയെങ്കിലും വിരിച്ചിട്ട് നീ നിസ്കരിക്കാറുണ്ടല്ലോ. കളിയാക്കത്തില്ലേ പെങ്ങള്? പരിഹസിക്കാറില്ലേ പെങ്ങള്? കാര്യമാക്കണ്ട മോള്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ നിന്നോട് പറഞ്ഞു തരും, പറ ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞു തരും, ബാപ്പാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ച് കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് അസ്വലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് എഴുന്നേറ്റ് വേച്ച് പള്ളിയിൽ പോയി നീയൊക്കെ നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ ഉപ്പാ? ഇല്ലുപ്പാ, ഇല്ലുപ്പാ. തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്തും മലക്കുകളെ പറഞ്ഞു തരികയാ, പറവാപ്പാല